അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, SKSMൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ശ്രദ്ധേയമായ ഈ പ്രോഗ്രാമിൽ നമ്മെ അഭിമുഖീകരിക്കാൻ കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ അധ്യക്ഷൻ TP അബ്ദുള്ള കോയ മദനി അവറുകൾ നമ്മോടൊപ്പമുണ്ട്. അതോടൊപ്പം തന്നെ ISMൻ്റെ ജനറൽ സെക്രട്ടറി ഷുക്കൂർ സ്വലാഹിയും നമ്മുടെ കൂടെയുണ്ട്. SKSMൻ്റെ നേതാക്കന്മാരും അതിൻ്റെ യൂത്ത് വിങ്ങിൻ്റെ പ്രവർത്തകരും എന്ന് തുടങ്ങി ഏറെ ശ്രദ്ധേയമായ ഒരു സംഗമത്തിന് നമ്മൾ സാക്ഷികളായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രോഗ്രാം വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള ചർച്ചകൾ ഇവിടെ നടന്നു കഴിഞ്ഞു. ഈ ഉള്ളവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് വളരെ മർമ്മപ്രസക്തമായ ചില വിഷയങ്ങൾ നിങ്ങളുടെ മനസ്സുകളിലേക്ക് സമർപ്പിക്കാനാണ് ഈ ഉള്ളവൻ താല്പര്യപ്പെടുന്നത്. അതിന് അല്ലാഹു സഹായിക്കുമാറാകട്ടെ. വിശ്വാസികളെന്ന നിലയിൽ അല്ലാഹുവിൻ്റെ അപാരമായ ഔദാര്യം ലഭിച്ചവരാണ് നമ്മൾ. അസറിന് ശേഷമുള്ള ഈ സെഷൻ തുടങ്ങിയത് അല്ലാഹുവിൻ്റെ ശ്രദ്ധേയമായ വരികൾ, ആയത്തുകൾ കേട്ടുകൊണ്ടാണ്. ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹ് എന്ന് തുടങ്ങുന്ന വരികൾ കേട്ടുകൊണ്ട് അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തെ വായിക്കാനും പഠിക്കാനും പകർത്താനും ലോകത്തിൻ്റെ മുന്നിൽ അഭിമാനത്തോടെ പകർന്നു കൊടുക്കാനുമുള്ള അവസരവും ഔദാര്യവുമാണ് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. ആ ഒരർത്ഥത്തിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഈ ഒരു മഹാസൗഭാഗ്യവും ഔദാര്യവും കനിഞ്ഞു നൽകിയ അല്ലാഹുവിൻ്റെ മുന്നിൽ കൂടുതൽ കൂടുതൽ വിനയാന്വിതരാകുകയും അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. അല്ലാഹുവിൻ്റെ ഗ്രന്ഥം ഇന്ന് ലോകം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. നിരന്തരം വിശുദ്ധ ഖുർആൻ ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ, കോടിക്കണക്കിന് മനുഷ്യർ അല്ലാഹുവിൻ്റെ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇസ്ലാമിനെ അറിയാനും അന്വേഷിക്കാനും ശ്രമിക്കുന്ന ആളുകൾ അല്ലാഹുവിൻ്റെ വചനങ്ങളെ വായിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എത്രയെത്ര ആളുകളുടെ കണ്ണുകളാണ് അതുവഴി ഈറനണിയുന്നത്. എത്രയെത്ര ആളുകൾക്കാണ് അവരുടെ ജീവിതത്തിൽ വെളിച്ചവും പ്രകാശവുമായി വിശുദ്ധ ഖുർആൻ മാറിത്തീരുന്നത്. ലോകം അല്ലാഹുവിൻ്റെ വചനം കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കേട്ടതും അല്ലാഹുവിൻ്റെ ശ്രദ്ധേയമായ വരികളാണ്. ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും അല്ലാഹുവിൻ്റെ ആയത്തുകൾ നിരന്തരം ലോകം കേട്ടുകൊണ്ടേയിരിക്കുന്നു. വിശുദ്ധമായ ആ മന്ത്രധ്വനികൾ ഒരുപാട് കർണപുടങ്ങളിലേക്ക്, മനുഷ്യൻ്റെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നു. നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മനസ്സുകളിൽ ഈമാനികമായ ഉണർവും ആവേശവും എല്ലാ അർത്ഥത്തിലുള്ള പരിവർത്തനത്തിന് തുടക്കവും കുറിക്കുന്നു അല്ലാഹുവിൻ്റെ ആയത്തുകൾ. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ ആയത്തുകൾ നിരന്തരം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അല്ലാഹുവിൻ്റെ ആയത്തുകളെ വായിക്കാനും പഠിക്കാനും അറിയാനും പകർത്താനും ലോകത്തിൻ്റെ മുന്നിൽ പകർന്നു കൊടുക്കാനും അവസരം ലഭിക്കുക എന്നത് നിസ്സാര കാര്യമല്ല, ചില്ലറ കാര്യമല്ല. മറിച്ച് ഒരു മഹത്തായ അവസരമാണ്.
ഈ അവസരത്തെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ മത്സരബുദ്ധിയോടുകൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അതൊരത്ഭുതമാണ്. അത്ഭുതം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. അതൊരു മഹാത്ഭുതമാണ്. 14 നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും വിശുദ്ധ ഖുർആൻ ഒരർത്ഥത്തിലും തിരുത്തേണ്ടി വന്നിട്ടില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ വരികൾ എത്രയെത്ര ആളുകളെയാണ് തിരുത്തിയത്, എത്രയെത്ര മനുഷ്യരുടെ നിലപാടുകളെയാണ് തിരുത്തിയത്, എത്രയെത്ര ഹൃദയങ്ങൾക്കാണ് വഴിയും വെളിച്ചവും മാർഗവും മാർഗദർശനവും നൽകിയത്. ലോക ചരിത്രത്തിൻ്റെ ഗതിയെ തന്നെ തിരിച്ചുവിട്ട അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന ആഴത്തിലുള്ള തിരിച്ചറിവും ബോധവും ബോധ്യവും നമുക്കുണ്ടാകണം. ലോകത്തൊരുപാട് വേദപ്രമാണങ്ങളുണ്ട്, ലോകത്തൊരുപാട് മതഗ്രന്ഥങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ സ്വയം ദൈവികമെന്ന് പ്രഖ്യാപിക്കുന്നത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം മാത്രമാണ്. വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. ഇത് റബ്ബുൽ ആലമീനായ റബ്ബിൽ നിന്ന്, ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വമഹാപ്രപഞ്ചത്തിൻ്റെ അധിപതിയിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണെന്ന് ലോകത്തിൻ്റെ മുന്നിൽ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. ഈ ഒരു പ്രത്യേകതയും ഈ ഒരു സവിശേഷതയും അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിന് മാത്രമാണുള്ളത് എന്ന് നമ്മൾ അടിവരയിടേണ്ടതുണ്ട്. ഇന്ന് ലോകത്തിന് വഴിയും വെളിച്ചമാകുന്നു അള്ളാഹുവിൻ്റെ ഗ്രന്ഥം. ഇന്ന് മാത്രമല്ല, ഇന്നലകളിൽ വഴി നടത്തിയ അതേ ഗ്രന്ഥം ഈ 2023 നമുക്ക് വഴിയും വെളിച്ചവുമാകുമ്പോൾ, ഇനി വരുന്ന കാലവും ലോകാവസാനം വരേക്കുമുള്ള സകല മനുഷ്യർക്കും വഴിയും മാർഗവും മാർഗദർശനവുമായി അള്ളാഹുവിൻ്റെ ഗ്രന്ഥം തികവുള്ള മികവുള്ള ഉജ്ജ്വല ഗ്രന്ഥമായി ജ്വലിച്ചു നിൽക്കും എന്ന് നമ്മൾ അറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു പറഞ്ഞത് ഹുദൽ ലിന്നാസ്, ഇത് മാനവർക്കുള്ള മാർഗദർശക ഗ്രന്ഥമാണ് എന്നാണ്. മനുഷ്യൻ്റെ വൈയക്തിക, കുടുംബ, ദാമ്പത്യ, സാമ്പത്തിക, സാമൂഹ്യ, രാഷ്ട്രീയ മേഖലകൾ എന്ന് തുടങ്ങി മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ. മനുഷ്യ എങ്ങനെയാകണം എങ്ങനെയാകരുത് എന്ന് അക്കമിട്ട് വിവരിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം. ഒരു മനുഷ്യൻ്റെ നടപ്പും ഇരിപ്പും പെരുമാറ്റവും സ്വഭാവ സവിശേഷതകളും എങ്ങനെയാകണമെന്ന് കൃത്യമായി വിശദീകരിച്ചു തരികയാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം. ഒരു മനുഷ്യൻ്റെ വൈയക്തിക ജീവിതം എങ്ങനെയാകണം, അവൻ്റെ ദാമ്പത്യ ജീവിതം എങ്ങനെയാകണം, അവൻ്റെ കുടുംബ ജീവിതത്തെ എങ്ങനെ ചിട്ടപ്പെടുത്തണം, അവൻ്റെ സാമൂഹ്യ ജീവിതത്തെ അവൻ എങ്ങനെ ക്രമപ്പെടുത്തണം എന്നെല്ലാം അള്ളാഹുവിൻ്റെ ഗ്രന്ഥം നമുക്ക് പറഞ്ഞു തരികയാണ്. മനുഷ്യ ജീവിതത്തെ എത്രമേൽ സ്പർശിച്ച് മനുഷ്യ ജീവിതത്തിൻ്റെ A to Z തലങ്ങളെ സ്പർശിക്കുന്ന വഴിയും വെളിച്ചവും മാർഗവും മാർഗദർശനവും നൽകുന്നത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം മാത്രമാണെന്നുള്ള ആഴത്തിലുള്ള ബോധവും ബോധ്യവും നമ്മെ നയിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഈ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത ഒരർത്ഥത്തിലുള്ള വൈകല്യങ്ങളും വൈരുദ്ധ്യവും ഇതിനില്ല എന്നാണ്. ലോകത്തിൻ്റെ മുന്നിൽ വിശുദ്ധ ഖുർആന്റെ വെല്ലുവിളി നിത്യപ്രസക്തമാവുകയാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. വിശുദ്ധ ഖുർആൻ ദൈവികമല്ലായിരുന്നുവെങ്കിൽ, റബ്ബുൽ ആലമീനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതല്ല ഈ ഖുർആനെങ്കിൽ, ഒരുപാട് വൈരുദ്ധ്യങ്ങൾ, ഒരുപാട് തകരാറുകൾ, ഒരുപാട് പോരായ്മകൾ നമുക്കതിൽ കണ്ടെത്താൻ കഴിയുമായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലെ 114 സൂറകളിൽ ഏതെങ്കിലും ഒരു സൂറയിൽ ഇന്നൊരു അബദ്ധമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ, ഇന്നൊരു തകരാറുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ, ഇന്നൊരു പോരായ്മയുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ, ഇന്നൊരു വൈരുദ്ധ്യമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ അതെ ആർക്കാണ് കഴിയുക? അത്രമേൽ തികവുള്ള മികവുള്ള പൂർണ്ണ ഗ്രന്ഥമായി അള്ളാഹുവിൻ്റെ ഗ്രന്ഥം നമുക്ക് മുന്നിൽ ജ്വലിച്ചു നിൽക്കുകയാണ്. കാരണം അതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തത് പടച്ചറബ്ബാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാമാണ് ഇത് അവതരിപ്പിച്ചത്, ഇത് നാം തന്നെ സംരക്ഷിക്കുമെന്നത് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച പരമാണു മുതൽ പരകോടി സൃഷ്ടിവർഗങ്ങളെ സൃഷ്ടിച്ച ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സട്ടാവിൻ്റെ പ്രഖ്യാപനമാണ്. അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥത്തെ അവൻ തന്നെ സംരക്ഷിക്കുമെന്ന പ്രഖ്യാപനം. ഇത് ഖുർആനിലെ 15-ാം അധ്യായം സൂറ ഹിജറിലെ 9-ാമത്തെ ആയത്തിലൂടെ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ലോകത്ത് മറ്റേത് ഗ്രന്ഥങ്ങളെക്കാൾ മികവുള്ള തികവുള്ള ഉന്നതമായ ഗ്രന്ഥമാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം. പഠിച്ചാലും പഠിപ്പിച്ചാലും പുണ്യമുള്ളൊരു ഗ്രന്ഥം. ലോകത്തൊരുപാട് മതദാർശനിക പ്രമാണങ്ങളുണ്ട്, പക്ഷേ വായിച്ചാൽ പുണ്യമുണ്ട് എന്ന് പഠിപ്പിക്കുന്നൊരു ഗ്രന്ഥം, അത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം വായിച്ചാലാണ് പുണ്യം ലഭിക്കുക. അതെ, പഠിപ്പിച്ചു കൊടുത്താലും പുണ്യം, അതിൻ്റെ ശ്രദ്ധേയമായ വരികൾ കേട്ടാലും പുണ്യം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
തിരുവചനങ്ങളിലൂടെ, എത്രയെത്ര ഹദീസുകളിലൂടെ ഇതെല്ലാം കേട്ട് തഴമ്പിച്ച കർണപുടങ്ങളാണ് നമ്മുടേത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ഖുർആൻ പഠിക്കുക വഴിയുള്ള പുണ്യത്തെക്കുറിച്ചാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്വം വായിക്കാനും പഠിക്കുവാനും വേണ്ടി പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വന്നാൽ, തപ്പിത്തടഞ്ഞ് പ്രയാസപ്പെട്ട് അള്ളാഹുവിൻ്റെ വരികൾ കൂടുതൽ അറിയാനും പഠിക്കാനും പകർത്തുവാനുമുള്ള നമ്മുടെ ശ്രമങ്ങൾക്കെല്ലാം ലഹു അജ്റാൻ, 2 പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷ വർത്തമാനം അറിയിച്ചിട്ടുണ്ട്. ഖുർആനിലെ ഓരോ ഹറഫിനും 10 ഇരട്ടിക്ക് പുണ്യമുണ്ട് എന്ന് ലോകത്തിൻ്റെ മുന്നിൽ വ്യക്തമാക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അലിഫ് ലാം മീം, ഓരോന്നും ഓരോ ഹറഫാണ്. ഓരോന്നിനും 10 ഇരട്ടി കൂലി ഇരട്ടിക്കിരട്ടിയായി പടച്ച റബ്ബ് കനിഞ്ഞു നൽകി നമ്മെ അനുഗ്രഹിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ വരികൾ കേൾക്കുമ്പോഴുള്ള വിശ്വാസി എന്ന നിലയിലുള്ള മര്യാദകൾ നമ്മൾ പാലിച്ചാൽ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ഓതി കേൾപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ നിശബ്ദരാകണം, അതോടൊപ്പം തന്നെ ശ്രദ്ധയോടെ ശ്രവിക്കണം. നിശബ്ദരാകണം, ശ്രദ്ധയോടെ ശ്രവിക്കണം എന്ന മര്യാദകളെ ഖുർആൻ അടിവരയിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. ആ മര്യാദകൾ മാനിച്ചാൽ, പാലിച്ചാൽ നമുക്ക് ലഭിക്കാവുന്ന മഹാസൗഭാഗ്യത്തെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്. ലഅല്ലക്കും തുർഹമൂൻ, അള്ളാഹുവിൻ്റെ കാരുണ്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാതെ നമുക്കെങ്ങനെയാണ് സഹോദരങ്ങളെ സ്വർഗ കവാടങ്ങൾ നമുക്ക് മുന്നിൽ തുറക്കപ്പെടുക? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പറഞ്ഞത് അങ്ങനെയല്ലേ? അള്ളാഹുവിൻ്റെ കാരുണ്യം, ആ കാരുണ്യമില്ലാതെ ആർക്കും സ്വർഗപ്രവേശം സാധ്യമല്ല. കൂട്ടത്തിലെ അനുചരൻ ചോദിച്ചു, അങ്ങയുടെ കാര്യമോ പ്രവാചകരെ? എൻ്റെ കാര്യവും അങ്ങനെ തന്നെ. അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞില്ലായിരുന്നുവെങ്കിൽ എനിക്കും സാധ്യമല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ കാരുണ്യം നേടാനുള്ള ഒരു വല്ലാത്ത അവസരമായി ഈ അവസരത്തെ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ചുരുക്കം. അള്ളാഹുവിൻ്റെ ആയത്തുകളിലൂടെ നമ്മൾക്ക് ഈമാനികമായ ഉണർവും ഈമാനികമായ ഔന്നത്യവും നേടിയെടുക്കാൻ കഴിയുമെന്ന് വിശുദ്ധ ഖുർആന്റെ വരികളിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വഇദാ തുലിയത അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന, അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈമാൻ കൂടുമെന്നാണ് അള്ളാഹു തന്നെ നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആന്റെ വരികൾ കേട്ടിട്ട് നമ്മുടെ ഈമാൻ കൂടുന്നുണ്ടോ സഹോദരങ്ങളെ? നേരത്തെ ശ്രദ്ധേയമായ സൂറ ഫുസ്സിലത്തിലെ വരികൾ നമ്മൾ കേട്ടു. അള്ളാഹുവിൻ്റെ ആയത്തുകൾ കേട്ട് ഈമാനികമായ എന്തുണർവാണ് നമുക്കുണ്ടായത്? ദിവസവും നമ്മൾ അള്ളാഹുവിൻ്റെ ആയത്തുകൾ കേൾക്കുന്നുണ്ട്. സുബഹി ജമാഅത്തിന് ഇമാമിൻ്റെ പിന്നിൽ നിന്ന് നമ്മൾ നമസ്കരിക്കുന്നുണ്ട്. മഗ്രിബിനും ഇശാഇനും ഇമാം ഉറക്ക ഓതുമ്പോൾ വിശുദ്ധ ഖുർആന്റെ വരികൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ആയത്തുകൾ കേൾക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അള്ളാഹുവിൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈമാനികമായ ഉണർവിലേക്ക്, ഔന്നത്യത്തിലേക്ക് കാലെടുത്തു വെക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് എന്തെന്നില്ലാത്ത ഈമാനികമായ ഉണർവും ഈമാനികമായ എന്തെന്നില്ലാത്തതിൻ്റെ സ്പർശവും അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല എങ്കിൽ നമ്മൾ ആഴത്തിൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ ഒന്നുകൂടി അടുത്ത് വായിക്കേണ്ടതുണ്ട്, ഒന്നുകൂടി അടുത്തറിയേണ്ടതുണ്ട് എന്ന് ചുരുക്കം. അള്ളാഹുവിൻ്റെ വരികൾ വായിച്ച് എത്രയെത്ര കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വരികൾ കേട്ടിട്ട് എത്രയെത്ര ഹൃദയങ്ങൾക്ക് അത് വഴിയും വെളിച്ചവുമായിട്ടുണ്ട് എന്ന് ചരിത്രത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. നിങ്ങൾക്ക് ആലോചിച്ച് ചിന്തിച്ചു പഠിച്ചു മനസ്സിലാക്കുവാൻ വിശുദ്ധ ഖുർആനിനെ നാം ഇതാ എളുപ്പമാക്കി തന്നിരിക്കുന്നു. നിങ്ങളിൽ ആരുണ്ട് ഖുർആനിനെ ആലോചിച്ച് ചിന്തിച്ചു പഠിച്ചു മനസ്സിലാക്കാൻ തയ്യാറായിട്ടുള്ളവരെന്ന് അള്ളാഹു നമ്മോട് ആവർത്തിച്ച് ചോദിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറ ഖമറിൽ 54-ാമത്തെ സൂറയാണ് സൂറ ഖമർ. ആ സൂറ ഖമറിൽ 4 തവണയാണ് അള്ളാഹു ഈ ചോദ്യം നമ്മോട് ആവർത്തിക്കുന്നത്. ഖുർആനിലെ 54-ാമത്തെ സൂറ ഖമറിലെ 17-ാമത്തെ ആയത്തിൽ അള്ളാഹു ആദ്യമായി ചോദിച്ചു, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ എന്ന്. പിന്നെയും അതേ സൂറത്തിലെ വിശുദ്ധ ഖുർആനിലെ 54-ാം സൂറയിലെ സൂറ ഖമറിലെ 22-ാമത്തെ ആയത്തിൽ ഇതേ ചോദ്യം അള്ളാഹു ആവർത്തിച്ചു.
അവിടെയും നിന്നില്ല. 32-ാമത്തെ ആയത്തിലൂടെ പിന്നെയും അള്ളാഹു ചോദിച്ചു, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ എന്ന്. പിന്നെയും നിർത്തിയില്ല. 54-ാം സൂറ, ഇതേ സൂറയിൽ ഖമറിൽ 40-ാമത്തെ ആയത്തിൽ പിന്നെയും അള്ളാഹു നമ്മോട് ആവർത്തിച്ച് ചോദിക്കുകയാണ്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. നിങ്ങളിൽ ആരുണ്ട് ഖുർആനിനെ പഠിക്കാനും അറിയാനും ചേർത്ത് പിടിക്കാനും തയ്യാറായിട്ടുള്ളവർ എന്ന ചോദ്യത്തിന് ഞാനുണ്ട് റബ്ബേ എന്ന് പറയാൻ നമുക്ക് കഴിയണം. ഹൃദയം തുറന്ന് നെഞ്ചത്ത് കൈവച്ച് നിന്റെ ഗ്രന്ഥം വായിക്കാനും പഠിക്കാനും അറിയാനും സാധ്യമാം വിധം പകർത്താനും അഭിമാനത്തോടെ നിന്റെ ഗ്രന്ഥത്തെ ലോകത്തിന്റെ മുന്നിൽ പകർന്നു നൽകാനും ഈ ഉള്ളവനുണ്ട് നാഥ എന്ന് റബ്ബിനോട് പറയാൻ നമുക്കാവണം. എൻ്റെ ശ്വാസം നിലക്കും വരെ ഈ ഖുർആനിന്റെ സന്ദേശവുമായി കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ തലയുയർത്തി നിൽക്കാൻ ഞാനുണ്ട് നാഥ എന്ന് പറയാൻ നമുക്ക് കഴിയണം. ഞാൻ മാത്രമല്ല, ഞാൻ പൊന്നുപോലെ സ്നേഹിക്കുന്ന എൻ്റെ മക്കളെയും ഞാൻ കൂടെ ചേർത്തി നിർത്തുമെന്ന് പറയാൻ നമുക്ക് കഴിയണം. നമ്മൾ സ്നേഹിച്ച് ലാളിച്ച് തലോടി ചുംബനം നൽകി വളർത്തുന്ന നമ്മുടെ പേരമക്കളെ നെഞ്ചോട് ചേർത്ത് നിർത്തി പടച്ചവനോട് പറയാനാവണം, എൻ്റെ പേരമക്കളെ കൂടി നിന്റെ ഗ്രന്ഥത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു തലമുറയുടെ കൂട്ടത്തിൽ ഞാനും എൻ്റെ മക്കളും എൻ്റെ പേരമക്കളും എൻ്റെ കുടുംബവും ഉണ്ടാകും നാഥ എന്ന് പറയാൻ നമുക്ക് കഴിയണ്ടേ സഹോദരങ്ങളെ? അതിനുള്ള അവസരമാണ് ഇത്തരം സംഗമങ്ങൾ, അതിനുള്ള അവസരമാണ് ഇത്തരം വേദികൾ, അതിനുള്ള അവസരമാണ് പടച്ചറബ് നമുക്ക് തുറന്നു തന്നിട്ടുള്ളത്. ഈ പ്രകാശത്തെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല നമുക്ക്, ഈ ഹുദയ വലിച്ചെറിയാൻ കഴിയില്ല നമുക്ക്. അള്ളാഹു പറയുകയാണ്, അതെ, ഹുദൽ ലിന്നാസ് വബയ്യിനാതി മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഇത് ഹുദയാണ്, എല്ലാ അർത്ഥത്തിലും ജനങ്ങൾക്ക് മാർഗദർശനമായി കൊണ്ടും നേർവഴി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നതുമായ സുവ്യക്ത തെളിവുകളുമായി കൊണ്ട് പടച്ച റബ്ബ് അവതരിപ്പിച്ച ഗ്രന്ഥമാണിത് എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. പിന്നെയും വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറ നിസാഇന്റെ 174-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖദ് ജാഅകും ബുർഹാനും മിർ റബ്ബിക്കും, ഇതാ നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള വ്യക്തമായ തെളിവ് നിങ്ങൾക്ക് ഇതാ വന്നെത്തിയിരിക്കുന്നു. വഅൻസൽനാ ഇലൈക്കും നൂറൻ മുബീന, അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായ ഒരു പ്രകാശവും നാം ഇതാ ഇറക്കി തന്നിരിക്കുന്നു എന്നാണ് അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തെക്കുറിച്ച് അല്ലാഹു നമ്മോട് വർത്തമാനം പറഞ്ഞത്. ഇത് ഹുദയാണ്, ഇത് നൂറാണ്. ഈ ഹുദയ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയണം, ഈ പ്രകാശത്തെ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയണം, അവസാന ശ്വാസം നിലക്കും വരെ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയണം. ഖുർആനിന്റെ ആളുകളായി ജീവിച്ച് ഖുർആനിന്റെ ആളുകളായി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനുള്ള മഹാസൗഭാഗ്യത്തിന് വേണ്ടി അള്ളാഹുവിന്റെ മുന്നിൽ കൈകൾ ഉയർത്താൻ നമുക്ക് കഴിയണം സഹോദരങ്ങളെ. എത്രയെത്ര ആളുകൾക്കാണ് ഇത് ഹുദയായത്, എത്രയെത്ര ഹൃദയങ്ങൾക്കാണ് ഇത് നൂറായി ജ്വലിച്ചു നിന്നത്. മദീന കാലം ബദറിലെ ബന്ദികളെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ജുബൈർ ഇബ്നു മുത്ഇം എന്ന മുശ്രിക്ക് കടന്നു വരുന്നത്. മദീനയിൽ മഗ്രിബ് നമസ്കാരത്തിന്റെ സമയമായപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മഗ്രിബിന് ഇമാമായി നിന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു. ആ സമയത്ത് അദ്ദേഹം ഓതിയത് ഖുർആനിലെ 52-ാമത്തെ സൂറത്തു തൂറാണ്. വത്തൂർ വകിതാബിൻ മസ്തൂർ ഫീ റഖിൻ മൻശൂർ എന്ന് തുടങ്ങുന്ന ശ്രദ്ധേയമായ സൂറ തൂറിന്റെ വരികൾ ശ്രദ്ധിച്ചു കേട്ടു ജുബൈർ ഇബ്നു മുത്ഇം എന്ന മുശ്രിക്ക്. അദ്ദേഹം പറയുകയാണ്, മുഹമ്മദ് നബി സൂറ തൂറിലെ ഓരോ വരികളിലൂടെ കടന്നു പോകുമ്പോഴും ഓരോ ആയത്തുകൾ ഞാൻ കേട്ടപ്പോഴും എൻ്റെ ഹൃദയം അതിങ്ങനെ പാറിപ്പോകുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. അത്രമേൽ ആ വരികൾ എൻ്റെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചു കുലുക്കി. എന്നിട്ട് അദ്ദേഹം ലോകത്തോട് പ്രഖ്യാപിച്ചു, അതെ, ഇതാണ്, ഈ ആയത്തുകളാണ് എൻ്റെ ഹൃദയത്തിൽ ആദ്യമായ ഈമാനികമായ സ്പർശമുണ്ടാക്കിയത്. ഞാൻ മുസ്ലിമാകാൻ, എന്നെ മുഅ്മിനാക്കാൻ നിമിത്തമായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൻ തുമ്പിലൂടെ അദ്ദേഹം മഗ്രിബ് നമസ്കാരത്തിന് ഇമാമായി നിൽക്കെ ഓതിയ സൂറ തൂറിലെ വരികളാണ് എൻ്റെ ഹൃദയത്തിൽ ഈമാൻ ഇട്ടു തന്നത് എന്ന് ലോകത്തോട് പറയുകയാണ് ജുബൈർ ഇബ്നു മുത്ഇം. നിങ്ങൾ നോക്കി, ഇന്ന് അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയേണ്ടതുണ്ട്. അത് നമ്മുടെ മര്യാദയാണ്. അതെ, മുശ്രിക്കായ കുഫ്റിൽ ആണ്ട് കടന്നിരുന്ന ഒരു മനുഷ്യനെ ഹിദായത്തിന്റെ വഴിയിലേക്ക് പ്രകാശത്തിന്റെ വല്ലാത്ത സൗഭാഗ്യം നൽകി കനിഞ്ഞരുളുകയാണ് പടച്ചറബ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രമാണ്. എന്നാൽ ഇന്നും ഈ കാലഘട്ടത്തിലും, ഈ ആധുനിക കാലഘട്ടത്തിലും, ഈ സൈബർ യുഗത്തിലും എത്രയെത്ര ആളുകൾക്ക് ഹുദയാകുന്നുണ്ട് അല്ലാഹുവിന്റെ ഗ്രന്ഥം. എത്രയെത്ര ആളുകൾക്ക് പ്രകാശമായി അവർക്ക് വഴി കാണിക്കുന്നുണ്ട് അല്ലാഹുവിന്റെ ഗ്രന്ഥം.
നമ്മൾ ഓർക്കണം, ചരിത്രത്തിൽ സാക്ഷാൽ അഹമ്മദ് ദീദാത്തുമായി ശക്തനായ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ ജ്വലിച്ചു നിന്ന സാക്ഷാൽ അഹമ്മദ് ദീദാത്തുമായി ഡിബേറ്റ് നടത്തിയ ഒരു ക്രിസ്ത്യൻ പാതിരിയുണ്ട്, ഡോക്ടർ ഗാരി മില്ലർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇസ്ലാം ആൻഡ് ക്രിസ്ത്യാനിറ്റി എന്ന വിഷയത്തിലായിരുന്നു ഡിബേറ്റ്. ആ ഡിബേറ്റിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമെന്നോണം അയാൾ ബൈബിളിൻ്റെ പല ഭാഗങ്ങളും അരിച്ചു പെറുക്കുകയാണ്, അതിൻ്റെ ഔന്നത്യത്തെ ലോകത്തിന് പകർന്നു കൊടുക്കാൻ. അക്കൂട്ടത്തിൽ തന്നെ അദ്ദേഹം വിശുദ്ധ ഖുർആന്റെ വരികളും ആയത്തുകളും പഠനവിധേയമാക്കുകയാണ്, ഖുർആനിലെ അബദ്ധങ്ങൾ സ്ഥാപിക്കാൻ. എന്നാൽ ബൈബിളിലെ ആഴത്തിലുള്ള പഠനത്തിൽ അയാൾക്ക് മനസ്സിലായ ഒരു കാര്യം, ബൈബിളിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട് എന്ന് അദ്ദേഹം ലോകത്തോട് പറഞ്ഞു. ഞാൻ ബൈബിൾ ആഴത്തിലുള്ള പഠനത്തിന് വിധേയമാക്കുമ്പോൾ എനിക്ക് ബോധ്യമായി ഇതിലൊരുപാട് പൊരുത്തക്കേടുകളുണ്ട് എന്ന്. ആ ഒരു തലച്ചോറുമായി കൊണ്ടാണ് ഞാൻ ഖുർആനിനെയും പഠനവിധേയമാക്കിയത്. ആ പഠനവിധേയമാക്കുന്ന സമയത്തും എൻ്റെ മനസ്സിലുള്ള ധാരണ, ബൈബിളിൽ ഇതുപോലുള്ള പൊരുത്തക്കേടുകൾ ഉള്ളതുപോലെ തന്നെ ഖുർആനിലും പൊരുത്തക്കേടുകൾ ഉണ്ടാകുമെന്ന മുൻധാരണയോടുകൂടെയാണ് ഞാൻ ഖുർആനിനെ പഠനവിധേയമാക്കിയത്. പക്ഷേ ഖുർആൻ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അയാൾ പറയാണ്, ഖുർആൻ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു, ഇതൊരു മഹാത്ഭുതമാണ് എന്ന് അദ്ദേഹം ലോകത്തിൻ്റെ മുന്നിൽ പ്രഖ്യാപിക്കുകയാണ്. 1977 അഹമ്മദ് ദീദാത്തുമായി ഇദ്ദേഹം ഡിബേറ്റ് നടത്തുന്നത്. 1977 ഈ സംവാദം നടക്കുന്നത്. തൊട്ടടുത്ത വർഷം 1978 അദ്ദേഹം ലോകത്തിൻ്റെ മുന്നിൽ പ്രഖ്യാപിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വർത്തമാനമുണ്ട്, അത്ഭുതമാണ് ഖുർആൻ. നിങ്ങളൊരു മുസ്ലിമിനെ വിളിച്ച് ചോദിച്ചു നോക്കൂ, നീ എന്തുകൊണ്ടാണ് മുസ്ലിമായത് എന്ന്. നിന്റെ കയ്യിലുള്ള അത്ഭുതം എന്താണെന്ന് അവനോട് നിങ്ങൾ ചോദിക്കൂ. നിന്റെ കയ്യിലുള്ള അത്ഭുതത്തെ നീ ഒന്ന് കൊണ്ടുവന്ന് താ എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടു നോക്കൂ. ആ മുസ്ലിം നേരെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഷെൽഫിലുള്ള വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ കൈകളിലേക്ക് കൊണ്ടുവന്ന് തരും. ഇതാണ് അത്ഭുതം, ഇത് മഹാത്ഭുതമാണ് എന്ന് അദ്ദേഹം ലോകത്തിൻ്റെ മുന്നിൽ പ്രഖ്യാപിക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, തെറ്റുകളില്ലാത്തൊരു ഗ്രന്ഥം രചിക്കാൻ, തെറ്റുകളില്ലാത്ത തകരാറുകളില്ലാത്ത ഒരു ഗ്രന്ഥം എഴുതാനുള്ള ധൈര്യം ലോകത്ത് ഒരു ഗ്രന്ഥകാരനുമില്ല, ഒരു എഴുത്തുകാരനുമില്ല. സ്വാഭാവികമായ അബദ്ധങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമായ പിഴവുകൾ ഉണ്ടാകും. എന്നാൽ ഖുർആനിനെ അത്ഭുതപ്പെടുത്തുന്നത് അതിൽ തെറ്റൊന്നുമില്ല എന്ന് മാത്രമല്ല, തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ വെല്ലുവിളിക്കുന്ന ലോകത്തെ ഒറ്റ ഗ്രന്ഥം അത് ഇതു മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തെറ്റില്ല എന്ന് മാത്രമല്ല, തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ ലോകത്തെ വെല്ലുവിളിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് ഈ ഖുർആനാണ് എന്നാണ്. എന്നിട്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതി, ദ അമേസിംഗ് ഖുർആൻ, ദ അമേസിംഗ് ഖുർആൻ. ഖുർആനിൻ്റെ അത്ഭുതത്തെക്കുറിച്ച് അദ്ദേഹം ലോകത്തോട് വർത്തമാനം പറഞ്ഞു. അദ്ദേഹം ആരായിട്ടാണോ ഡിബേറ്റ് നടത്തിയത്, ആ സാക്ഷാൽ അഹമ്മദ് ദീദാത്ത് ഖുർആനെ കുറിച്ച് ഒരു പുസ്തകം എഴുതി, അൽ ഖുർആൻ ദ മിറാക്കിൾ ഓഫ് മിറാക്കിൾസ്. ഖുർആൻ അത്ഭുതങ്ങളുടെ അത്ഭുതം എന്ന മറ്റൊരു പുസ്തകവും എഴുതി. ആ അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ അത്ഭുതങ്ങളുടെ അത്ഭുതത്തെയാണ് പടച്ചിറപ്പ് നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചു തന്നിട്ടുള്ളത്. ശ്രദ്ധേയരായ അബൂബക്കറും ഉമറും ഉസ്മാൻ അലിയും എല്ലാം തന്നെ ആ ദൗത്യം ഭംഗിയായി നിർവഹിച്ച ശ്രദ്ധേയരായ സലഫുകൾ വളരെ കൃത്യമായ ആ ദൗത്യം നിർവഹിച്ചതിന് ശേഷം താബീങ്ങളുടെ താബീങ്ങളിലൂടെ മുൻഗാമികളായ പണ്ഡിതന്മാരിലൂടെ നമ്മുടെ കൈകളിലേക്ക് നമ്മുടെ കാരണവന്മാർ പകർന്നു നൽകിയ ഈ ഗ്രന്ഥത്തെ, ഇതിൻ്റെ വലിപ്പത്തെ, ഇതിൻ്റെ മഹത്വത്തെ നമ്മൾ ആഴത്തിൽ അറിയേണ്ട വിധം അറിയുന്നില്ല എങ്കിൽ ഇനി എന്നാണ് അതറിയുക? ഇനി എന്നാണ് അത് ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിൽ നമ്മൾ കാലെടുത്തു വെക്കുക സഹോദരങ്ങളെ? അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൻ്റെ മഹത്വവും അതിൻ്റെ വലിപ്പവും അതിൻ്റെ ഔന്നത്യവും ആഴത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം നമ്മുടെ കൈകളിലുള്ളിടത്തോളം കാലം അള്ളാഹുവിൻ്റെ കാവലും അള്ളാഹുവിൻ്റെ സഹായവും അള്ളാഹുവിൻ്റെ സംരക്ഷണവും നമുക്കുണ്ടാകുമെന്ന് നമ്മൾ ഓർക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ചരിത്രത്തിൽ എത്രയെത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ലോകത്തെ അറിയപ്പെടുന്ന ഒരു ലോകസഞ്ചാരിയും ലോകത്ത് അറിയപ്പെട്ട ഒരു യൂട്യൂബറുമാണ് ബോബി. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, ബോബീസ് പെർസ്പെക്റ്റീവ്. അതിലൂടെ അദ്ദേഹം ലോകത്തോട് പറഞ്ഞൊരു വർത്തമാനം, മതം എന്ന് പറഞ്ഞാൽ കേവലം ഒരു സംസ്കാരം മാത്രമായിട്ടാണ് ഞാൻ കണ്ടത്, അതിലൊന്നും വലിയ കാര്യമില്ല. ഓരോ വ്യത്യസ്തങ്ങളായ കൾച്ചറുകൾ ലോകത്തുണ്ട്. അതേപോലെ ഒരു സംസ്കാരം, ഒരു ഏർപ്പാട് മാത്രമായിട്ടാണ് ഞാൻ മതത്തെ കണ്ടിട്ടുള്ളത്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വന്നപ്പോൾ ഞാൻ പോയി ക്രിസ്തു മതം സ്വീകരിച്ചു. അങ്ങനെ ഇരിക്കെയാണ് ഇസ്ലാം വിമർശകനായ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അയാൾ ഇസ്ലാമിനെതിരെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഇസ്ലാമിനെ കൂടുതൽ വിമർശിക്കാൻ വേണ്ടി
ഇസ്ലാമിനെ കൂടുതൽ സമൂഹ മധ്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ഞാൻ വിശുദ്ധ ഖുർആൻ വായിച്ചു തുടങ്ങി. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയുള്ളത് ഇന്നും നമുക്ക് അവൈലബിൾ ആണ്. വെറുതെ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. എന്നിട്ട് അദ്ദേഹം ലോകത്തോട് പറഞ്ഞൊരു കാര്യം, ഖുർആനിൽ അബദ്ധങ്ങളുണ്ടെന്ന് കണ്ടെത്താൻ, ഇസ്ലാമിനെ സമൂഹ മധ്യത്തിൽ അത് ഏറ്റെടുക്കാൻ പറ്റാത്ത മതമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ഖുർആനിനെ പഠന വിധേയമാക്കിയത്. പക്ഷേ വിശുദ്ധ ഖുർആൻ ചെകുത്താൻ്റെ വചനങ്ങളാണ് എന്ന ധാരണയോടുകൂടെയാണ് ഞാൻ അതിനെ പഠന വിധേയമാക്കിയത്. എന്നാൽ ഖുർആനിലെ ആദ്യത്തെ സൂറയിലെ ആദ്യത്തെ ആയത്ത് തന്നെ എന്നെ വല്ലാതെ സ്വാധീനിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണത്? സൂറ ഫാത്തിഹയിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ 1000 വട്ടം ഇത് വായിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മൾ ഒരുപാട് ചൊല്ലിയിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം പറയാണ്, ഞാൻ ആദ്യം വായിച്ചു തുടങ്ങിയപ്പോൾ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ നാഥനെ അവൻ പരമകാരുണ്യകനും കരുണാവാരിധിയുമായി പഠിപ്പിച്ച് അവൻ്റെ നാമത്തിൽ തുടങ്ങുന്ന അവൻ്റെ മഹത്വത്തെ വിളിച്ചോതുന്ന വരികൾ വായിച്ചപ്പോൾ ഞാൻ അതിൻ്റെ മുന്നിൽ സാഹൂതം നിന്നു എന്നാണ് അദ്ദേഹം പറയണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊരൊറ്റ ആയത്താണ് ആ മനുഷ്യൻ അവിടെ നിർത്തിച്ചത്. നിങ്ങൾ നോക്കി, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിൻ്റെ വരികൾ എത്ര ഉന്നതമാണ്, എത്ര ഉന്നതമാണ് അള്ളാഹുവിൻ്റെ വരികൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ആയത്തുകൾക്ക് മുന്നിൽ തലകുനിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിൻ്റെ ആയത്തുകളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. എന്നിട്ട് അദ്ദേഹം ലോകത്തോട് പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ഖുർആൻ അതിൻ്റെ ആശയം, അതിൻ്റെ ആദർശം അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അരക്കിട്ടുറപ്പിച്ച് ലോകത്തോട് പ്രഖ്യാപിക്കുന്നു. അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും ഖുർആൻ തയ്യാറല്ല, ഒരു കോംപ്രമൈസിനും തയ്യാറല്ല. അള്ളാഹു വല്ലാത്തൊരു ശക്തിയെ ആരാധിക്കുക എന്ന ഒരു ശിർക്കൻ ആശയത്തെ, അതിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള അപകടത്തെയും അതിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള യുക്തിരഹിതമായ വർത്തമാനങ്ങളെയും ലോകത്തിൻ്റെ മുന്നിൽ വ്യക്തമാക്കുന്നുണ്ട്. തൻ്റെ ആശയത്തെ, ഖുർആനിൻ്റെ ആദർശത്തെ അക്കമിട്ട് എണ്ണിപ്പറയുകയും അത് ഉറക്കെ പ്രഖ്യാപിക്കുകയും ആ നിലപാടിൽ ഉറക്കുകയും യുക്തിഭദ്രതയോടെ മനുഷ്യ ധിഷണകളോട് സംവദിക്കുന്നു എന്നതാണ് വിശുദ്ധ ഖുർആന്റെ പ്രത്യേകത, വിശുദ്ധ ഖുർആന്റെ സവിശേഷത. തെറ്റുകളെ കൃത്യമായി സമൂഹ മധ്യത്തിൽ ആർക്കും മനസ്സിലാകാവുന്ന വിധത്തിലാണ് വിശുദ്ധ ഖുർആന്റെ സമർത്ഥനങ്ങളെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട്. ആ അല്ലാഹുവിൻ്റെ ഗ്രന്ഥമാണ് നമ്മുടെ കൈകളിലുള്ളത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ലഖദ് അൻസൽനാ ആയാതിൻ മുബയ്യിനാത് വല്ലാഹു യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അവൻ ഇച്ഛിക്കുന്നവർക്കാണ് ആ മഹാസൗഭാഗ്യം കിട്ടുക. ആ മുസ്തഖീമിലേക്ക്, സിറാത്ത് മുസ്തഖീമിലേക്ക് വഴി നടക്കുക എന്നത് അള്ളാഹുവിൻ്റെ വല്ലാത്ത ഔദാര്യമായി നമ്മൾ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ലണ്ടനിൽ അതെ എഡ്വയർ റോഡ് എന്നുള്ള ഒരു പ്രദേശമുണ്ട്. അവിടെ നിയോഗിക്കപ്പെട്ട ഒരു പോലീസുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് PC പൗൾ എന്നാണ്. അദ്ദേഹം അവിടെ മുസ്ലിങ്ങളാണ് മഹാഭൂരിപക്ഷം, അവർക്കിടയിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹം പറയാണ്, ഞാനൊരു പോലീസ് ഓഫീസറായി അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയത് മുതൽ ഒരു പ്രാദേശിക പോലീസായി കൊണ്ടല്ല അവിടെയുള്ള പ്രദേശവാസികളായി മുസ്ലിങ്ങൾ എന്നെ കണ്ടത്. ഒരു സഹോദരനെ പോലെ, ഒരു ജ്യേഷ്ഠനെ പോലെ, ഒരു സഹോദരനെ പോലെ, ഒരു അമ്മാവനെ പോലെ, ഒരു അങ്കിളിനെ പോലെ ആ സമൂഹം എന്നെ നോക്കിക്കണ്ടു. അവരുടെ ആ പെരുമാറ്റം കണ്ട് അവരെ ഇത്ര മര്യാദയുള്ളവരാക്കി ഉയർത്തി നിർത്തി ആ ഗ്രന്ഥത്തെ വായിക്കാൻ ഞാൻ ശ്രമിച്ചു. എൻ്റെ കയ്യിൽ വിശുദ്ധ ഖുർആൻ കിട്ടിയപ്പോൾ ഞാൻ കുത്തിയിരുന്നു വായിച്ചു. 5 മാസം കൊണ്ട് ഞാൻ 2 തവണ അത് മുഴുവൻ വായിച്ചു തീർത്തു എന്നാണ്. 5 മാസം കൊണ്ട്. അദ്ദേഹം പറയാണ്, അതിമനോഹരമാണ് അതിൻ്റെ വരികൾ, വല്ലാത്ത വശ്യമാണ് അതിൻ്റെ പ്രയോഗങ്ങൾ. എന്നിട്ട് അദ്ദേഹം ലോകത്തോട് പറഞ്ഞു, ചില ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട്, വൈ ഡു യു ചൂസ് ഇസ്ലാം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചത് എന്ന്. അതിന് അദ്ദേഹം പറയുന്ന ഉത്തരം, അതെ, ഐ ഡിഡ് നോട്ട് ചൂസ് ഇസ്ലാം ബട്ട് അല്ലാഹ് ചോസ് മീ. ഞാൻ ഈ ഇസ്ലാമിനെ സ്വീകരിച്ചു എന്നാൽ ഞാനല്ല ഈ ഇസ്ലാമിനെ സ്വീകരിച്ചത്, മറിച്ച് അള്ളാഹു എന്നെ തിരഞ്ഞെടുത്തതാണ്, എനിക്ക് അവസരം തന്നതാണ്, ഇതെൻ്റെ റബ്ബിൻ്റെ ഔദാര്യാണ് എന്ന് ലോകത്തിൻ്റെ മുന്നിൽ അദ്ദേഹം പറയുകയും അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, ഈ സൗഭാഗ്യം നൽകിയ റബ്ബിനാണ് സർവസ്തുതിയുമെന്ന് ലോകത്തോട് അദ്ദേഹം വർത്തമാനം പറയുകയും ചെയ്യുകയാണ്. ഇങ്ങനെ എത്ര ഹൃദയങ്ങൾക്കാണ് വിശുദ്ധ ഖുർആൻ വെളിച്ചമാകുന്നത്, എത്ര ഹൃദയങ്ങൾക്കാണ് വിശുദ്ധ ഖുർആൻ ഹുദയാകുന്നത്. ആ ഗ്രന്ഥമാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ ഗ്രന്ഥം കാലത്തിനനുസരിച്ച് മാറ്റണമെന്നാണ് ചില ആളുകൾ പറയുന്നത്. അതെ, വിശുദ്ധ ഖുർആന്റെ പരിഭാഷകൾ എഴുതിയതെല്ലാം പുരുഷന്മാരായ മുഫസ്സിറുകളാണ്. ഇബ്നു കസീർ, ബൈളാവി, ഖുർത്തുബി എന്ന് തുടങ്ങി
അവിടങ്ങളിലൊന്നും തന്നെ സ്ത്രീ മുഫസ്സിറുകളെ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണം നടന്നതും വ്യാഖ്യാനം നടന്നതും പുരുഷ പക്ഷ വായനാ വ്യാഖ്യാനങ്ങളാണ്. സ്ത്രീപക്ഷ വ്യാഖ്യാനങ്ങൾ നടക്കണമെന്ന വാദവുമായി കൊണ്ടാണ് ഇസ്ലാമിക് ഫെമിനിസത്തിൻ്റെ വക്താക്കൾ ഒരു വശത്ത് നിലയുറപ്പിക്കുന്നത്. ഇങ്ങനെ ഈ പറയുന്ന വിശുദ്ധ ഖുർആനിൻ്റെ പുരുഷപക്ഷ വായന മാത്രമേ നടന്നിട്ടുള്ളൂ എന്ന് പറയുന്നവർ സ്ത്രീ വിരുദ്ധമായി എന്തെങ്കിലും അതിലുണ്ട് എന്ന് കൃത്യമായ തെളിവുകളുടെ വെളിച്ചത്തിൽ ചൂണ്ടിക്കാണിക്കാൻ അവർക്കിട്ട് കഴിയുന്നില്ല. ആ വാദങ്ങളെ സ്ഥാപിക്കാനും അവർക്ക് കഴിയുന്നില്ല. മറ്റു ചില ആളുകൾ പറഞ്ഞു, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഈ കാലത്തിനും സമയത്തിനും അനുസരിച്ച് അതേ കേവലമായ യുക്തിയുടെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആൻ പുനർവായിക്കപ്പെടണമെന്നാണ് ചില ആളുകൾ ലോകത്തിൻ്റെ മുന്നിൽ പ്രഖ്യാപിക്കുന്നത്. തങ്ങളുടേതായ കേവല യുക്തിയുടെ പിന്നാലെ പോയി പ്രവാചകന്റെ വിശദീകരണത്തെ മാറ്റിവെച്ച് ഫഹുമു സഹാബയെ മാറ്റിവെച്ച് അവനവന് തോന്നുന്നത് പോലെ വ്യാഖ്യാനിച്ചൊപ്പിക്കണമെന്നാണ് ചില ആളുകളുടെ വർത്തമാനം. ഇപ്പം ഇതാ സ്ത്രീധനത്തിൻ്റെ പേരിൽ നാട്ടിൽ ഈ അടുത്ത് നമ്മുടെ കൊച്ചു കേരളത്തിൽ തിരുവനന്തപുരത്ത് ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത വിഷയങ്ങൾ നമ്മൾ കാണുന്നു. ലോകത്ത് പെണ്ണിന് അങ്ങോട്ട് മഹർ നൽകണമെന്ന് പഠിപ്പിച്ച ഒറ്റ പ്രമാണമേ ഉള്ളൂ, അത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. നിങ്ങൾ മനസംതൃപ്തിയോടുകൂടെ അങ്ങോട്ട് മഹർ നൽകണം എന്ന് പഠിപ്പിച്ച ഗ്രന്ഥം. അതെ, എന്ന് തുടങ്ങുന്ന വരികൾ. ഇനി നമ്മൾ കൊടുത്ത മഹർ അത് പെണ്ണിന്റെ സ്വത്താണ്. ആ പെണ്ണിന്റെ സ്വത്തിൽ പെണ്ണിന്റെ അനുവാദമല്ലാതെ 5 നയാ പൈസ എടുക്കാനുള്ള അധികാരമോ അവകാശമോ ഭർത്താവിനില്ല. ഇനി അതിൽ നിന്ന് അവൾ വല്ലതും വിട്ടുതന്നാൽ, ഭർത്താവിന്റെ പ്രയാസങ്ങളോ ആവശ്യങ്ങളോ കണ്ടറിഞ്ഞ് അവൾ വല്ലതും തിന്നാൽ അതിൽ നിന്ന് സ്വീകരിക്കാമെന്ന് മാത്രം. ആ ഒരളവാണ്. പക്ഷേ അതിന് സ്ത്രീധനം വാങ്ങിക്കാനുള്ള തെളിവായി ചില പുരോഹിത വർഗങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമേൽ അപകടകരമാണ് ഈ ദുർവ്യാഖ്യാനങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈ ആയത്തിനെ എങ്ങനെയാണോ സമൂഹത്തിൽ പഠിപ്പിച്ചത്, സഹാബത്ത് എങ്ങനെയാണോ അവരെ മനസ്സിലാക്കിയത്, ആ ഫഹുമു സഹാബയിൽ നിന്ന് തെറ്റി കേവലമായ ദുർവ്യാഖ്യാനങ്ങളിലേക്ക് പോയാൽ എല്ലാ ദുരന്തവും നമ്മൾ പേറേണ്ടി വരും സഹോദരങ്ങളെ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അത് നിത്യപ്രസക്തമാണ്. ആ ഖുർആനിനെ വായിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും പകർത്തേണ്ടതും എങ്ങനെയാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജീവിതത്തിലൂടെ ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. ആ മാതൃകാ ജീവിതത്തെയാണ് നമ്മൾ പകർത്തേണ്ടത്. ആ മാതൃകാ ജീവിതത്തെയാണ് നമ്മൾ അറിയാൻ ശ്രമിക്കേണ്ടത്. ആ മാതൃകാ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ പരിവർത്തിച്ച് ലോകത്തിൻ്റെ മുന്നിൽ അഭിമാനത്തോടെ പകർന്നു കൊടുക്കേണ്ടതുണ്ട് നമ്മൾ മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനെയാകണം നമ്മൾ. അങ്ങനെയായിരുന്നു മുൻഗാമികളായ സഹാബിവര്യന്മാർ, അങ്ങനെയായിരുന്നു മുൻഗാമികളായ സലഫുകൾ, അങ്ങനെയായിരുന്നു മുൻഗാമികളായ താബീങ്ങളും താബീങ്ങളും എല്ലാം. അങ്ങനെയാകാൻ വേണ്ടി ബോധപൂർവം പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട് നമ്മൾ ഓരോരുത്തരും. എന്നിട്ടിതാ വിശുദ്ധ ഖുർആനിന് പകരം ഒരു ഗ്രന്ഥം കൊണ്ടുവരാനുള്ള ഖുർആന്റെ വെല്ലുവിളി ഞങ്ങളിതാ സ്വീകരിച്ചിരിക്കുന്നു. ഖുർആനിൻ്റെ പകരം കിടപിടിക്കുന്ന ഒരു സൂറത്ത് കൊണ്ടുവരാനുള്ള വെല്ലുവിളി ഞങ്ങളിതാ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില ഇസ്ലാം വിമർശക സൈറ്റുകളിൽ ഈ അടുത്ത് പ്രത്യക്ഷപ്പെട്ട അറബി പേരുള്ള ചില അധ്യായങ്ങളും അറബിയിൽ എഴുതപ്പെട്ട ചില വരികളും നമ്മൾ വായിച്ചു. എന്താണത്? ഖുർആനിലെ 23-ാം അധ്യായം സൂറ മുഅ്മിനൂൻ. ആ സൂറ മുഅ്മിനൂന് പകരമായി ഞങ്ങളിതാ ഖുർആന്റെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഒരു അധ്യായം കൊണ്ടുവന്നിരിക്കുന്നു, ഒരു സൂറ കൊണ്ടുവന്നിരിക്കുന്നു, വചനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ഇസ്ലാം വിമർശകർ അവർ കൊണ്ടുവന്ന അധ്യായം എന്ന് പറയുന്നതിന് ഒരു പേരിട്ടു സൂറത്തുൽ മുസ്ലിമൂൻ എന്ന്. സൂറത്തുൽ മുസ്ലിമൂൻ എന്ന് പേരിട്ടു. എന്നിട്ട് ആദ്യത്തെ വരി അവരെഴുതിയത് യാ അയ്യുഹൽ മുസ്ലിമൂൻ ഇന്നക്കും ഫീ ളലാലിൻ മുബീൻ. ഇതാണ് അവർ ആദ്യം എഴുതി വെച്ചത്. അല്ലയോ മുസ്ലിങ്ങളെ, നിങ്ങൾ വ്യക്തമായ വഴികേടിലാണ്. എന്നിട്ട് അറബിയിൽ ആദ്യം 8ഓളം വരികൾ എഴുതി വെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ 2 വചനം കാണാനില്ല, 6ആയി. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും 3-4 വചനങ്ങൾ പോയി. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒറ്റ വചനവുമില്ല. അള്ളാഹുവിൻ്റെ ആയത്തുകൾക്ക് കിടപിടിക്കാൻ തങ്ങൾ കൊണ്ടുവന്ന വചനങ്ങൾ ആ തികവിൻ്റെയും മികവിൻ്റെയും ഉജ്ജ്വലതയ്ക്ക് മുന്നിലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഇസ്ലാം വിമർശകർക്ക് പോലും ഇരുട്ടിൻ്റെ ശക്തികൾക്ക് പോലും ബോധ്യപ്പെട്ട് ആ പണി അവർ നിർത്തിവെക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്ലാഹ് ചോദിക്കുകയാണ്, വഇൻ കുൻതും ഫീ റൈബി മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ فإن لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجارة أعدت للمتقين.
നിങ്ങൾക്കൊരിക്കലും കഴിയില്ല എന്നാണ് അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം. ആരെ നിങ്ങൾ ക്ഷണിച്ചോ, ആരെ നിങ്ങൾ സഹായികളായി കൂട്ടിയോ, അള്ളാഹുവിൻ്റെ സൂറകൾക്ക് കിടപിടിക്കാൻ, അള്ളാഹുവിൻ്റെ ആയത്തുകൾക്ക് കിടപിടിക്കാൻ ഉതകുന്ന ഒരു സൂറയോ ആയത്തുകളോ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നത് അള്ളാഹുവിൻ്റെ വെറും വർത്തമാനമല്ല. എത്ര ആളുകൾ പരിശ്രമിച്ച് പരാജയപ്പെട്ട ഒരു വസ്തുതയാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതില്ലേ സഹോദരങ്ങളെ? ആ ഗ്രന്ഥമല്ലേ നമ്മുടെ കയ്യിലുള്ളത്? ആ ഗ്രന്ഥത്തിൻ്റെ ആളുകളാകുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സൗഭാഗ്യവും അനുഗ്രഹവും ഔദാര്യവും അള്ളാഹുവിൻ്റെ പരിഗണനയും മറ്റെന്താണുള്ളത് സഹോദരങ്ങളെ? അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഗ്രന്ഥവുമായി സമൂഹത്തിൽ നമ്മൾ ഇറങ്ങേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷം ഹജ്ജിനെത്തിയ ആഫ്രിക്കൻ വൻകരയിൽപ്പെട്ട ഒരു പ്രദേശത്തിൽ നിന്ന് കടന്നു വന്ന ഒരാളുണ്ട്. പേര് റിച്ച്മണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ക്രൈസ്തവ പാതിരിയാണ്. ഒരുപാട് ആളുകളായി അദ്ദേഹത്തിന് അനുയായികളായി ഉണ്ട്. അദ്ദേഹം പറയുകയാണ്, ഒരു രാത്രിയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള ഒരു സ്വപ്ന ദർശനം അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. ആ സ്വപ്ന ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നത്. ആ പഠനം അദ്ദേഹത്തെ മുസ്ലിമാക്കുന്നു. മുസ്ലിമായതിനു ശേഷം അദ്ദേഹത്തിന് സൗദി ഗവൺമെൻറ് സൽമാൻ രാജാവിൻ്റെ പ്രത്യേക അതിഥിയായിക്കൊണ്ട് അദ്ദേഹം മക്കയിൽ കാലുകുത്തുന്നു. അതിനുശേഷം അദ്ദേഹം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹീൻ്റെ വെളിപാട് ലഭിച്ച അതേ ഹിറ എന്ന ആ പ്രദേശം, ജബൽ നൂർ കാണാനും ആ ചരിത്രപരമായ ആ പ്രദേശത്തെ ഒന്ന് സന്ദർശിക്കുക. അത്തരം ഒരു സന്ദർശനത്തിന് പ്രത്യേകമായ പുണ്യമൊന്നുമില്ല ഇസ്ലാമികമായി, എങ്കിൽ പോലും ഒന്നറിയാനും അന്വേഷിക്കുവാനുമുള്ള വെമ്പരലോടെ ആ മനുഷ്യൻ വന്നു. അവിടെ എത്തി അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എത്രത്തോളം എന്നാൽ കണ്ണുകൾ നിറഞ്ഞെന്നു മാത്രമല്ല, അദ്ദേഹം ലോകത്തോട് പറഞ്ഞു, 2 തലത്തിൽ ഞാൻ ഇന്ന് സന്തോഷവാനാണ്. ഒന്ന്, അള്ളാഹു എന്നെ മുസ്ലിമാകാനുള്ള സൗഭാഗ്യം അള്ളാഹു എനിക്ക് കനിഞ്ഞു നൽകി. 2, ഇതാ മുസ്ലിമായ ഉടൻ തന്നെ അള്ളാഹുവിൻ്റെ അതിഥിയായി ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് ചൊല്ലി ഈ മണ്ണിൽ കാലുകുത്താനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു എനിക്ക് കനിഞ്ഞു നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ സുജൂദിൽ വീണ് ശുക്രിൻ്റെ സുജൂദിൽ നിറകണ്ണുകളോട് അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തുന്ന രംഗങ്ങൾ നമ്മൾ നേർക്കുനേരെ കണ്ടു. എത്ര ആളുകൾക്കാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം വെളിച്ചം വീശുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രദേശത്ത് ആ ജനം ഒന്നടങ്കം കൂട്ടമായി ഖുർആൻ്റെ ആയത്തുകൾ പഠിക്കുന്നു, അതിൻ്റെ വിശദീകരണം പഠിക്കുന്നു, അതിൻ്റെ അർത്ഥവും താല്പര്യങ്ങളും പഠിക്കുന്നു. ഒരുപാട് ആളുകളിലേക്ക് അത് പകർന്നു നൽകാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാണ്. ഇത്രയേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അത് അറിയാനും പഠിക്കാനും കേൾക്കാനും പകർത്താനും ലോകത്തിൻ്റെ മുന്നിൽ പകർന്നു കൊടുക്കാനും അവസരം ലഭിച്ചവരെന്ന നിലയിൽ അള്ളാഹുവിൻ്റെ അപാരമായ ഔദാര്യവും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഔദാര്യവും കനിവും ലഭിച്ചവരാണ് നമ്മൾ. ആ കനിവിനെ നമ്മൾ തട്ടിക്കളയരുത്, ആ ഔദാര്യത്തെ നമ്മൾ വലിച്ചെറിയരുത്. അവസാന ശ്വാസം വരേക്കും അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ ചേർത്ത് പിടിക്കുന്ന, അത് ജീവിതത്തിൽ പകർത്തുന്ന, പരമാവധി ലോകത്തിൻ്റെ മുന്നിൽ ചുറ്റുമുള്ള ആളുകൾക്ക് ഇതിൻ്റെ വെളിച്ചത്തെ പകർന്നു നൽകുന്നവരായി, ഖുർആനിൻ്റെ ആളുകളായി ജീവിച്ചു മരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ വരും തലമുറക്ക് വെളിച്ചമാകാൻ നമുക്ക് മുന്നിൽ നിൽക്കാൻ കഴിയേണ്ടതുണ്ട്. അതിന് ഇത്തരം സംഗമങ്ങൾ, SKSMൻ്റെ സംഗമങ്ങൾ സഹായകമാകട്ടെ എന്നോർക്കുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. ഈ വരുന്ന ഡിസംബർ 30, 31 ദിവസങ്ങളിലായി എറണാകുളത്ത് ISMൻ്റെ മഹാസമ്മേളനം നടക്കാനിരിക്കുകയാണ്. യുവജന സമ്മേളനം, സംസ്ഥാന സമ്മേളനം, നേരാണ് നിലപാട് എന്ന തലക്കെട്ടിലാണ് ഈ മഹാസമ്മേളനം നടക്കുന്നത്. കേരളത്തിലെ മുഴുവൻ മുവഹിദുകളായ യുവാക്കളും അവിടെ സംഗമിക്കും. അവിടെ നമ്മൾ പോരാ, കേരളത്തിലെ മുവഹിദുകളായ യുവാക്കളുടെ കൂടെ കർണാടകയിലുള്ള SKSMൻ്റെ യൂത്ത് വിങ്ങിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട യുവ സഹോദരങ്ങളെ ISM ക്ഷണിക്കുകയാണ്. വരൂ, നമുക്ക് കൈകളോട് കൈ ചേർത്ത് പിടിക്കാം. ഷിർക്കിന്റെ കോട്ടകളെ പ്രമാണങ്ങൾ കൊണ്ട് തകർത്ത് വിശുദ്ധ ഖുർആനിന്റെ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ജ്വലിക്കുന്ന മാതൃകകളായി, മുവഹിദുകളായി നമ്മുടെ കാരണവന്മാരായ KNMഉം KJയും വഴി കാണിച്ച തൗഹീദിന്റെ വഴിയിലൂടെ അഭിമാനത്തോടെ തലയുയർത്തി നമുക്ക് നിൽക്കാം. നമ്മുടെ കാരണവന്മാരുടെ പിൻഗാമികളായി, തൗഹീദിന്റെ പിൻഗാമികളായി, സുന്നത്തിന്റെ പിൻഗാമികളായി, അവരുടെ പ്രാർത്ഥനകൾക്ക് എല്ലാ അർത്ഥത്തിലും അതിനുള്ള തലങ്ങളിലേക്ക് ഉയർന്നു നിൽക്കുന്നവരായി നമുക്ക് ജീവിക്കാം. നമ്മുടെ അനുജന്മാരെയും നമ്മുടെ കുഞ്ഞനുജന്മാരെയും നമ്മുടെ കൂടെ കൂട്ടാം. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. ISMൻ്റെ ആ മഹാസമ്മേളനത്തിലേക്ക് ഒന്നുകൂടി ക്ഷണിക്കുകയാണ്. ക്ഷണം സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.